السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ സഹീഹായ ഹദീസുകളാണ് നാം വായിക്കുന്നത്. ഇമാം അൽബാനി റഹിമഹുല്ലാ ക്രോഡീകരിച്ച സഹീഹുൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിലെ ഹദീസുകൾ. കിതാബിലെ അടുത്ത ബാബു മാ യഅമലു റജുലു ഫീ ബൈതിഹി. ഒരു പുരുഷൻ അവന്റെ വീട്ടിൽ ചെയ്യുന്ന ജോലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. അതായത് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ രണ്ട് ഇനങ്ങളായി, അഥവാ പുരുഷനും സ്ത്രീയുമായിട്ടാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. പുരുഷന്റേതായ ഉത്തരവാദിത്തങ്ങളും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടേതായ ഉത്തരവാദിത്തങ്ങളും കടമകളും അതിനനുസരിച്ചുള്ള ശരീരപ്രകൃതവുമെല്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാർ അവർ പുറത്ത് ജോലി ചെയ്യുകയും സമ്പാദിക്കുകയും അങ്ങനെ തന്റെ കുടുംബത്തിന്, തന്റെ കീഴിലുള്ള സ്ത്രീകൾക്ക്, അത് ഭാര്യയാവട്ടെ, പെൺമക്കളാവട്ടെ, ഉമ്മയാവട്ടെ, അവർക്കെല്ലാം ചിലവിന് കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും മറ്റുമെല്ലാം ശ്രദ്ധിക്കേണ്ടതും കുട്ടികളെ വളർത്തുന്നതിലും അതുപോലുള്ള കാര്യങ്ങളും. അതിനാണ് മനുഷ്യന്റെ സാമൂഹിക ഘടന നിശ്ചയിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ദീന് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു പുരുഷൻ അവന്റെ വീട്ടിൽ അവൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവന്റെ വീട്ടിലായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. അനിൽ അസ്വദ് ഖാല സഅൽതു ആയിഷത റളിയല്ലാഹു അൻഹാ. അസ്വദ് ഉദ്ദേശിക്കുന്നത് അൽ അസ്വദ് ഇബ്നു യസീദ് ഇബ്നു ഖൈസ്, താബീങ്ങളിൽപ്പെട്ട ഇമാമാണ്. വളരെ ശ്രേഷ്ഠനായിട്ടുള്ള, ഇൽമുള്ള, സിഖത്തായിട്ടുള്ള വലിയ പണ്ഡിതനാണ് അസ്വദ് ഇബ്നു യസീദ് ഇബ്നു ഖൈസ്. അദ്ദേഹം പറയാണ്, സഅൽതു ആയിഷത റളിയല്ലാഹു അൻഹാ, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മാ കാന യസ്നഉ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിൽ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴുകാറുള്ളത്, ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ അവരോട് പറഞ്ഞു, കാന യകൂനു ഫി മിഹ്നതി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തിനുള്ള മിഹ്നത്ത് പറഞ്ഞ ഖിദ്മത്തുകൾ ചെയ്യുമായിരുന്നു. ഫൈദാ ഹദറത്തിസ് സ്വലാത്തു ഖറജ. അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസിൽ ഒന്നാമത്തെ സംഭവം, താബിഈയായിട്ടുള്ള അസ്വദ് ഇബ്നു യസീദ് ഇബ്നു ഖൈസ്, അദ്ദേഹം നമ്മുടെ ഉമ്മയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ കാര്യങ്ങളെ ചോദിച്ചറിയുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു പുരുഷൻ അവരുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ഒഴുകാറ്, എങ്ങനെയാകും എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആർക്കാണ്? അവരുടെ കുടുംബക്കാർക്കാണ്. പ്രത്യേകിച്ചും പുരുഷനെ സംബന്ധിച്ച് ഭാര്യമാർക്കും മക്കൾക്കും എല്ലാവർക്കും കൂടുതൽ അറിയുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അറിയാനും മാതൃക അറിയാനും അതിനെ പിൻപറ്റാനുമുള്ള അതിയായ താല്പര്യം കാരണത്താൽ താബീഈങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ചെയ്തിരുന്ന ഇബാദത്തുകളാവട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട്. അത് നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. നമുക്ക് എങ്ങനെയാണത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ചെയ്തിരുന്ന പ്രാവർത്തികമാക്കിയിരുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ സ്വഭാവമാണോ അതുപോലെ തന്നെ ഇബാദത്തിൽ തന്നെ ഐച്ഛികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള താല്പര്യം നമുക്കുണ്ടാകണം. അത് ഈ ഹദീസിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് അസ്വദ് ഇബ്നു യസീദ് ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്ത മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കുടുംബത്തിന് ഖിദ്മത്ത് ചെയ്യാറുണ്ടായിരുന്നു. അഥവാ വീട്ടിലെ പണികളിൽ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളിൽ അവിടുത്തെ ഭാര്യമാരെ അവിടുത്തെ കുടുംബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിക്കാറുണ്ടായിരുന്നു, ഖിദ്മത്ത് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പല ആളുകളും വിട്ടുപോകുന്ന ഒരു കാര്യമാണത്. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ മേഖലയിലും, ഇപ്പോൾ സുന്നത്തായ നിസ്കാരങ്ങളിലാവട്ടെ, വേഷത്തിലാവട്ടെ, രൂപത്തിലാവട്ടെ, എല്ലാം സുന്നത്ത് പിൻപറ്റുന്ന ആളുകളായിരിക്കും. എന്നാൽ വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് അത്ര ഒരു പ്രാധാന്യമോ അല്ലെങ്കിൽ അത് പിൻപറ്റുന്നതിനകത്ത് അത്ര ഒരു കണിശതയോ കാണിക്കാതെ പോകുന്നു എന്നുള്ളത്. അപ്പൊ ചില സ്ത്രീകൾ തന്നെ ചോദിച്ചു പോകും, ഇതിലെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ പിൻപറ്റുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പലപ്പോഴും സ്ത്രീകൾ തന്നെ ചോദിച്ചു പോകാറുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിൽപ്പെട്ടൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാർക്ക് അവരുടെ ജോലികളിൽ സഹായം ചെയ്യുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വീട്ടിലെ ജോലികളിൽ എന്തെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓരോ ഭർത്താവും അതുപോലെ തന്നെ ഓരോ പുരുഷന്മാരും അവരുടെ വീട്ടിൽ അവർ ഉമ്മയാവട്ടെ അല്ലെങ്കിൽ ഭാര്യയാവട്ടെ ഒക്കെ സഹായിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹായിക്കേണ്ടതാണ്. അതല്ല ഞാൻ പുരുഷനാണ്, ഞാൻ ഇതൊന്നും ചെയ്യേണ്ട ആളല്ല, ഞാൻ പുറത്തുനിന്ന് സമ്പാദിച്ചു കൊണ്ടുവരിക മാത്രമാണ് എന്റെ ജോലി, അങ്ങനെയല്ല. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും ഫضലുള്ള ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത് ഈ ഹദീസിൽ മൂന്നാമത്തേതായി ഹദീസിലുള്ള പ്രധാനപ്പെട്ട പാഠം, ഫൈദാ ഹദറത്തിസ് സ്വലാത്തു ഖറജ. നിസ്കാരത്തിന്റെ സമയമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് പുറപ്പെടും. നിസ്കാരത്തിന്റെ പ്രാധാന്യവും ഈ ഹദീസിന് മനസ്സിലാക്കാം. വേറെ എന്ത് കാര്യത്തിനേക്കാളും ചില ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. അപ്പുറത്തൊരു നന്മ ചെയ്യായിരിക്കും, നന്മയായിട്ടുള്ള കാര്യമായിരിക്കും, ചിലപ്പോ ആ നന്മ ചെയ്യല്ലേ എന്ന നിലക്ക് നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ അവർ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നന്മയാണല്ലോ ചെയ്യുന്നത്, അവന് കുഴപ്പമില്ലല്ലോ. ചില സാഹചര്യങ്ങൾ ഇല്ലാന്നല്ല. ഒരാൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ അല്ലെങ്കിൽ മരണം ആസന്നമായിരുന്ന സമയത്ത് അങ്ങനെ ചില മസ്ലഹത്ത് നോക്കുകയാണെങ്കിൽ ജമാഅത്ത് ഒഴിവാക്കാനുള്ള അനുവാദമുള്ള സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് ഞാൻ ഇതൊന്നും നോക്കൂല, അല്ലെങ്കിൽ കുട്ടിക്ക് വയ്യ, അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യമായിട്ട് ഞാൻ ജമാഅത്ത് നിസ്കരിച്ചിട്ട് വരാം എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അങ്ങനത്തെ സന്ദർഭമല്ല ഉദ്ദേശിക്കുന്നത്. അതല്ലാതെയുള്ള കാര്യങ്ങളിൽ ജമാഅത്ത് നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരാൾ വിചാരിക്കുകയാണ് റസൂലുള്ള വീട്ടിൽ സഹായിച്ചിട്ടുണ്ട്, അതിന് വീട്ടിൽ സഹായിച്ചുകൊണ്ടിരിക്കുക, നിസ്കാരത്തിന്റെ സമയമായാലും വീട്ടിൽ സഹായിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയല്ല. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യാറുണ്ട്? നിസ്കാരത്തിലേക്കായിട്ട് പുറപ്പെടാറുണ്ട്. ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് അദ്ദേഹം നബിമാരുടെ സ്വഭാവത്തെ പറ്റിയിട്ട് പറയുന്നിടത്ത് കാണാം, മിൻ അഖ്ലാഖിൽ അംബിയാ അത്തവാദുഅ് വൽ ബുഅദ് അൻ തനഉം. അംബിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് തവാദുഅ് എന്നുള്ളത്, വിനയം കാണിക്കുക എന്നുള്ളത്, താഴ്മ കാണിക്കുക എന്നുള്ളത്, പെരുമ കാണിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിനെ പിൻപറ്റുന്നിടത്ത് നാം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. അടുത്ത ഒരു ഹദീസ്, عن عروة رضي الله عنه قال سألت عائشة رضي الله عنها ما كان النبي صلى الله عليه وسلم يعمل في بيته. മറ്റൊരു റിവായത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി പുത്രനായിട്ടുള്ള ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഉർവത്ത് ഇബ്നു സുബൈറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ചെയ്യാറുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? ഖാലത്ത്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യഖ്സിഫു നഅലഹു, അവിടുത്തെ ചെരിപ്പ് അതിനെന്തെങ്കിലും പൊട്ടലോ മറ്റോ ഒക്കെ ഉണ്ട് എങ്കിൽ, നഅല എന്ന് പറഞ്ഞാൽ കാലിൽ ധരിക്കുന്ന കാര്യം, അതായത് ചെരുപ്പ്, അതിനെന്തെങ്കിലും പാച്ച് വർക്കുകൾ അതിനെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ചെയ്യാറുണ്ട്.
വയഅമലു മാ യഅമലു റജുലു ഫീ ബൈതിഹി, ഒരു സാധാരണ ഒരു പുരുഷൻ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്താണോ അവന്റെ വീട്ടിലൊക്കെ ചെയ്യാറുള്ളത് ആ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വീട്ടിൽ ചെയ്യാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ ഖാലത് മാ യസ്നഉ അഹദുകും ഫീ ബൈതിഹി, നിങ്ങൾ എന്താണോ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാറുള്ളത് അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വീട്ടിലും ചെയ്യാറുണ്ട്. യഖ്തിഫു നഅല, ചെരുപ്പ് നേരാക്കാറുണ്ട്. വയർഖഉ സൗബ വയഖീതു, വസ്ത്രം അതിൽ തുന്നലോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കീറലോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ തുന്നി നേരാക്കുന്ന അതിന്റെ പണിയെടുക്കുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, അള്ളാഹുവിന് വഹി ലഭിക്കുന്ന റസൂലാണ്, ഏറ്റവും ഷറഫുള്ള ആളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായിട്ടും വീട്ടിൽ അതിലേക്കൊന്നും പോകാതെ പിന്നെ താൻ നബിയാണ് എന്ന നിലക്കൊക്കെ നിൽക്കാവുന്നതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. മനുഷ്യർ, സാധാരണ ആളുകൾ അവരുടെ വീട്ടിൽ അവരുടെ കുടുംബത്തിൽ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങേയറ്റത്തെ തവാദുഉള്ള മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ലാത്ത ഒരു മടിയോ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയോ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. മറ്റൊരു ഹദീസ് കാണാം. വഅൻ അംറത ഖീല ലിആയിഷ റളിയല്ലാഹു അൻഹാ മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ഫീ ബൈതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലായിരിക്കുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത് എന്ന് മറ്റൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ഖാലത് കാന ബശറൻ മിനൽ ബശർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യർ ചെയ്യുന്ന പണികളാണ് ചെയ്യാറ്. യസ്ലി സൗബഹു, അതേ അവിടുന്ന് വസ്ത്രം, യസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വസ്ത്രത്തിൽ പേരോ അല്ലെങ്കിൽ മറ്റു ചെറിയ ജീവികളൊക്കെ ഉണ്ടോ, പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് അതിനെ എടുത്തു കളയാൻ വേണ്ടി നോക്കുന്നതിനാണ് യസ്ലി സൗബഹു എന്ന് പറയാം. അപ്പൊ അങ്ങനെ വസ്ത്രത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ജീവികളോ മറ്റോ ഉണ്ടോ, പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാറുണ്ട്. വയഹ്ലുബു ശാതഹു, വീട്ടിലെ ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്കാറുണ്ട്, പാല് കറക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുക. അപ്പൊ സാധാരണ ഒരു മനുഷ്യൻ അവരുടെ കുടുംബത്തിൽ വീടുകളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് കാലത്ത് ഒരുപാട് ആളുകൾ അവർ പുരുഷൻ എന്നുള്ള ആ ഒരു കാര്യം, ഞാനൊരു പുരുഷനാണ് എന്ന നിലക്ക് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, വീട്ടിലത്തെ ഒരു കാര്യത്തിൽ ഇടപെടാതെ അല്ലെങ്കിൽ ഭാര്യയെ ഏതെങ്കിലും ഒന്ന് വിഷയത്തിൽ സഹായിക്കാതെ ഒരു കാര്യത്തിലും ഒരു തരത്തിലും അതിലേക്കൊന്നും നോക്കാതെ ആളുകൾ ഇരിക്കുന്നത് കാണാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ആ വിഷയത്തിൽ അങ്ങനെയല്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്. അത് ബാക്കിയുള്ള മേഖലയിലൊക്കെ ഉണ്ടാവും, ധാരാളം ആളുകൾ ബാക്കിയുള്ള എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ തീരെ പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ പോകുന്നത് കാണാം. അടുത്ത ബാബ്, ബാബുൻ ഇദാ ഹബ്ബ അർ-റജുലു അഖാഹു ഫൽയുഅലിംഹു, ഒരാൾ അവന്റെ സഹോദരനെ, മുസ്ലിമായ സഹോദരനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ആ സഹോദരനെ അറിയിക്കട്ടെ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. അതായത് ഈമാനുള്ളവരുടെ അല്ലെങ്കിൽ ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈമാൻ ആസ്വദിക്കണമെങ്കിൽ, ഈമാനിന്റെ രുചി ലഭിക്കണമെങ്കിൽ അവർക്കുണ്ടായിരിക്കേണ്ട ഗുണമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഗുണങ്ങളിൽ ഒന്നെന്താണ്? അവൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കും എന്നുള്ളതാണ്. അതായത് മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നുള്ളത് വളരെ ഫദ്ലുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന് ധാരാളം സമ്പത്തുണ്ട്, അല്ലെങ്കിൽ അവനെ കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടമുണ്ട്, കച്ചവടത്തിൽ നേട്ടമുണ്ട്, അല്ലെങ്കിൽ അവന് നല്ല കഴിവുണ്ട്, അവൻ നല്ല ഒരു ചില ആളുകൾ സ്നേഹിക്കുന്നത് പോലെ അവന് നല്ല കഴിവുകൾ, അവന് നല്ലൊരു പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഫുട്ബോളോ അതൊക്കെ കളിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കഴിവുണ്ട്. ഇതിന്റെ പേരിലല്ല ഒരു മുസ്ലിം മറ്റൊരാളെ, ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും. ഒരാൾക്ക് മറ്റൊരാളുടെ ഇഷ്ടം തോന്നാൻ എന്തിന്റെ പേരിലാണ്? മുഅ്മിന് അവനിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ എന്താണുള്ളത് നോക്കിയിട്ടാണ്. ഒരാൾ അയാളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ എന്തൊക്കെയുണ്ട്? അവൻ തൗഹീദുള്ള ആളാണോ? സുന്നത്തുള്ള ആളാണോ?
സഹാബികളെ ചര്യ പിൻപറ്റുന്ന ആളാണോ, അവൻ അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ആളാണോ, അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളാണോ, അങ്ങനെയുള്ള ഗുണങ്ങൾ ഒരാളിൽ കാണുമ്പോൾ അതിന്റെ പേരിലായിരിക്കണം നമുക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടാകേണ്ടത്. അങ്ങനെ മാത്രം സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഒരാളെ ഏതൊരാളെ പരിശോധിക്കാം, നമുക്ക് ഇഷ്ടമുള്ള, നമ്മുടെ അടുത്ത ബന്ധമുള്ള, സ്നേഹിക്കുന്ന ആളുകൾ പരിശോധിക്കാം, അതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാണോ അല്ലയോ? അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ നമുക്ക് എങ്കിൽ അത് ഈമാനിന്റെ വലിയ ഒരു അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ആ സ്നേഹിക്കുന്നതിൽ പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതിൽ, പരസ്പരം മുഅ്മിനീങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള അവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഒരാൾ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ അയാളുടെ ദീന് കൊണ്ട്, അയാൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ അയാൾ കണ്ടതുകൊണ്ട് നമുക്ക് അയാളോട് ഇഷ്ടമുണ്ട് എങ്കിൽ എന്തു ചെയ്യണം? അയാൾ അറിയിക്കണം. അള്ളാഹുവിന് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയിക്കണം. അതിപ്പോ എന്തിനാ? അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്റെ ഉള്ളിലുള്ളവിടെ വെച്ചാൽ പോലെ, അങ്ങനെയല്ല. അത് അറിയിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. عن حبيب بن عبيد عن المقدام بن معد كذبة وكان قد أدركه قال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുകയാണ്, إذا أحب أحدكم أخاه فليعلمه أنه أحبه. إذا أحب أحدكم, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുകയാണ്, അഖാഹു അവന്റെ സഹോദരനെ, മുസ്ലിമായ ഒരു സഹോദരനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫൽയുഅലിംഹു അന്നഹു അഹബ്ബഹു, അവൻ അവനെ അറിയിക്കട്ടെ, അഥവാ ഇഷ്ടപ്പെടുന്നവൻ ആരെയാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അവനെ അറിയിക്കട്ടെ, അവനെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അറിയിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോ ഈ വളരെയധികം ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സുന്നത്ത് എന്നത്. സുന്നത്താണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്താണ്. പലപ്പോഴും നമുക്കുണ്ടാകും ചില ആളുകളുടെ ഇബാദത്തുകൾ കണ്ടിട്ട്, അല്ലെങ്കിൽ ചില ആളുകളുടെ ഇൽമ് കണ്ടിട്ട്, അല്ലെങ്കിൽ ചില ആളുകളുടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ കണ്ടിട്ട്, സ്വബുർ കണ്ടിട്ട്, അല്ലെങ്കിൽ തവാദു കണ്ടിട്ട്, അതിന് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരാളോട് ദീനീപരമായിട്ടുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശേഷണം ഉണ്ടായത് കൊണ്ട് ഇഷ്ടം തോന്നാം. അങ്ങനെ തോന്നുമ്പോ അയാൾ നമ്മൾ അറിയിക്കണം. അതിൽ നമ്മളൊരു മടി വിചാരിക്കരുത്, അയാൾ അറിയിക്കണം. ഒരു സംഭവം കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു ജാലിസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് മാലിക് പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഇദാ മറ റജുലുൻ, അപ്പോൾ ഒരാൾ കടന്നുപോയി. ഫഖാല റജുലുൻ മിനൽ ഖൗം, അപ്പോൾ ഒരാൾ കടന്നു പോയപ്പോ അവിടെ ഒരു കൂട്ടം വേറെ സഹാബികളുണ്ട്. അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ലഉഹിബ്ബു ഹാദാ റജുൽ, ഈ കടന്നു പോയ ആളെ എനിക്ക് ഇഷ്ടമാണ്, നല്ല ഗുണങ്ങളുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ അഅലംതഹു ദാലിക, നീ അവനത് അറിയിച്ചിട്ടുണ്ടോ ചോദിച്ചു. നീ അവനെ അറിയിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഖാല, അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ അറിയിച്ചിട്ടില്ല. അയാൾ പറഞ്ഞു, ഞാൻ അറിയിച്ചിട്ടില്ല. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖും ഫഅലിംഹു, നീ പോയിട്ട് അവനെ അറിയിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. അവനെ പോയിട്ട് അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അയാൾ എഴുന്നേറ്റ് പോയി. എന്നിട്ട് ആ പോയ ആളെ വിളിച്ചു, യാ ഹാദാ, ആളെ വിളിച്ചിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക ഫില്ലാഹ്, അള്ളാഹുവാണ്, ഞാൻ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അയാൾ മറുപടി പറഞ്ഞു, അഹബ്ബക അല്ലദീ അഹ്ബബ്തനീ ലഹു, ആർക്ക് വേണ്ടിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത്, ആർക്ക് വേണ്ടിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത്, അവൻ നിന്നെയും ഇഷ്ടപ്പെടട്ടെ, അഥവാ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട് അവരിൽ നല്ല ഗുണങ്ങൾ കാണുമ്പോൾ, അതിൽ അവരോട് നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ, ദീനിയായിട്ടുള്ള നല്ല ഗുണങ്ങൾ കണ്ടിട്ട് അവരോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ പറയണം, നീ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇന്ന് അള്ളാഹുവിനോട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയണം. അങ്ങനെ അതിന്റെ മറുപടി എന്താണ് പറയേണ്ടത് എന്ന് അവർക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരിൽ പല സമയത്ത് ചില സമയത്ത് നല്ല ഗുണങ്ങളാകുമ്പോൾ ഇഷ്ടപ്പെടും, സ്വാഭാവികമാണ്. മനുഷ്യരെല്ലാവരോടും ഇഷ്ടം, എല്ലാവരോടും വെറുപ്പ് മാറി മാറി ഉണ്ടാകാം. എന്നാൽ ഇഷ്ടമുള്ള ഗുണങ്ങൾ കാണുമ്പോൾ, ഇഷ്ടപ്പെടുമ്പോൾ അവരോട് പറയണം, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് പലപ്പോഴും ആളുകൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സുന്നത്താണ്. ആളുകൾ ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ ഒരാളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ചില ആളുകൾ പലരെ ഇഷ്ടമുണ്ടാവും, ദീനിയായ ഗുണങ്ങൾ കൊണ്ട് പലരോടും ഇഷ്ടം തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഒരാളോടും തന്നെ ഇന്ന് വരെ പറയാത്ത ആളുകൾ ഉണ്ടാകാം. പക്ഷെ അങ്ങനെ പാടില്ല, അത് സുന്നത്താണ്, അത് അറിയിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത ഹദീസ് ഈ ബാബിലെ, അൻ മുജാഹിദ് റഹിമഹുല്ലാഹ് ഖാല
لقيني رجل من أصحاب النبي صلى الله عليه وسلم. മുജാഹിദ് റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹം പറയാൻ മുജാഹിദ് ജബർ റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് ശിഷ്യനാണ്. അദ്ദേഹം പറയാണ്, ഒരിക്കൽ സഹാബികളിൽപ്പെട്ട ഒരു വ്യക്തി എന്നെ കണ്ടുമുട്ടുകയുണ്ടായി. ഒരു സഹാബി എന്നെ കണ്ടുമുട്ടുകയുണ്ടായി. فأخذ بمنكبي من ورائي. മുജാഹിദ് റഹിമഹുല്ലാഹ് പറയാണ്, എന്റെ പിന്നിൽ നിന്ന് അദ്ദേഹം എന്നെ പിടിച്ചു, അഥവാ പിന്നിൽ നിന്ന് തോളിൽ കൈവച്ചു പിടിച്ചു. ഖാല, എന്നിട്ട് പറഞ്ഞു, അമാ ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ മറുപടി പറഞ്ഞു, അഹബ്ബകല്ലാഹു അല്ലദീ അഹ്ബബ്തനി ലഹു, ഇനി ആർക്ക് വേണ്ടിയിട്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടത് അവൻ നിന്നെയും ഇഷ്ടപ്പെടട്ടെ, അഥവാ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഫഖാല, എന്നിട്ട് ആ സഹാബി പറഞ്ഞു കൊടുത്തു മുജാഹിദ് റഹിമഹുല്ലാഹ്, ലൗലാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, എന്തു പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇദാ ഹബ്ബ അർ-റജുലു അർ-റജുല ഫൽയുഖ്ബിർഹു അന്നഹു അഹബ്ബഹു, ഒരാൾക്ക് മറ്റൊരാളോട്, മുസ്ലിമായ സഹോദരനോട് ഇഷ്ടം തോന്നിയാൽ അവൻ അറിയിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നോട് ഇത് പറയില്ലായിരുന്നു. മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതോട് ചെയ്യുന്നത്. അപ്പൊ നമുക്കതിന് വേറൊരു മടിയുടെ ആവശ്യമില്ല, നമുക്കതിന് വേറെ എന്തെങ്കിലും തടസ്സം വിചാരിക്കേണ്ട ആവശ്യമില്ല. അവൻ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ മോശമാവോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, അറിയിച്ച കാര്യമാണ്. അപ്പൊ നിശ്ചയായിട്ടും ഈ സഹാബി പറയാണ് താബീനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ഇത് അറിയിക്കില്ലായിരുന്നു എന്ന് പറയാം, ഉള്ളിൽ വെക്കാം. പക്ഷേ നിശ്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, എന്നിട്ട് മുജാഹിദ് റഹിമഹുല്ലാഹ് പറയാണ്, എന്നിട്ട് ആ സഹാബി എനിക്കൊരു വിവാഹാലോചന കൊണ്ടുവന്നു, ഒരു വിവാഹാലോചനയെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമാ ഇന്ന ഇൻദനാ ജാരിയതൻ, ഞങ്ങളുടെ അടുക്കൽ ഒരു ജാരിയത്തുണ്ട്, അഥവാ ഒരു അടിമ പെണ്ണുണ്ട്. അമാ ഇന്നഹ ഔറ, ഔറ എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. കണ്ണിന് വൈകല്യമുള്ളവർ എന്ന അർത്ഥമുണ്ട്, അതല്ലാതെ സഹോദരന്മാരും ആരുമില്ലാത്ത ആള് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്, ഒറ്റ മകൾ എന്നുള്ള അർത്ഥത്തിൽ, അങ്ങനെ പല രീതിയിൽ പറയാറുണ്ട്. അപ്പോ ഒരു കല്യാണ ആലോചന മുജാഹിദ് റഹിമഹുല്ലാഹ്ക്ക് ഈ സഹാബി കൊണ്ടുകൊടുക്കുകയാണ്, എനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അത്രയും ഉള്ള കാര്യം. പക്ഷെ ഹദീസിന്റെ സംഭവം ആ സഹാബി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് അറിയിച്ചത് എന്നാണ്. അപ്പൊ ഈ ഒരു സുന്നത്ത് നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ, സഹാബികളുടെ പാത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്കിടയിൽ അവർ ശ്രദ്ധിക്കേണ്ട, അവർ ജീവിപ്പിക്കേണ്ട സുന്നത്താണ്. വളരെ വിരളമായിട്ടാണ് ഈ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നത് കാണുന്നുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹബന്ധം ഉണ്ടാവും. ഇത് അറിയിക്കുന്നത് എന്താണെന്നറിയോ? പരസ്പരം എന്തുണ്ടാകും? കൂടുതൽ നല്ലൊരു ഇഷ്ടം ഉണ്ടാവും. പരസ്പരം സ്നേഹബന്ധം നിലനിൽക്കാൻ കാരണമാകും. അത് മുഅ്മിനീങ്ങൾക്ക് ഇജ്ജത്ത് നൽകുന്ന കാര്യമാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം ഭിന്നിക്കുക, അവർ പരസ്പരം വിദ്വേഷം വെക്കുക, അവർ പരസ്പരം അകൽച്ച ഉണ്ടാവുക, പിണങ്ങുക എന്നുള്ളതൊക്കെ ഇസ്ലാമിന്റെ, മുസ്ലിമീങ്ങളുടെ ഇജ്ജത്തിനെ ക്ഷയിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റീഹ്, അതിന്റെ അർത്ഥം ഇജ്ജത്താണ്, ഷറഫാണ്, നിങ്ങളുടെ ശ്രേഷ്ഠത ഇല്ലാതായി പോകും. അപ്പൊ അതുണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ഏത് ഹദീസ് എടുത്താലും, ഇപ്പൊ കച്ചവടവുമായി ബന്ധപ്പെട്ട ഹദീസ്, അല്ലെങ്കിൽ ഒരാൾ വിവാഹം അന്വേഷിച്ച ഒരു സ്ത്രീയെ അത് ഏതൊരു തീരുമാനമാകുന്നത് വരെ വേറെ ആലോചിക്കാൻ പാടില്ല. അങ്ങനെ കുറെ ഹദീസുകളൊക്കെ പറഞ്ഞിട്ട് ഉലമാക്കൾ പറയണം. അതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുഅ്മിനീങ്ങൾ അതിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരു മാനസികമായ പിണക്കം, അകൽച്ച ഉണ്ടാകാൻ പാടില്ല. അത് ഒഴിവാക്കുക എന്നുള്ളത് ശറഇന്റെ ദറൂറത്തിൽപ്പെട്ട കാര്യമാണ്. അത് ഏത് ഹദീസിന്റെയും ഈ വിഷയത്തിലുള്ള നോക്കിക്കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാകാൻ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ നിലനിർത്തുന്ന ഹദീസുകളും കാണാം. അതിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തുന്ന കാര്യങ്ങളെ അത് ഇല്ലാതാക്കിയതും കാണാം. അപ്പൊ കച്ചവടത്തിന്റെ മേഖലയിലൊക്കെ ഹദീസുകളൊക്കെ പലതും ഉലമാക്കൾ വിശദീകരിക്കുമ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണ്? മുഅ്മിനീങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, കുഴപ്പമുണ്ടാവാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ കാണാം. അല്ലാഹു മുഅ്മിനീങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റവും നല്ല സ്നേഹബന്ധമുള്ള ആളുകളായി മാറ്റുമാറാകട്ടെ. അടുത്ത ഹദീസ്, അൻ അനസ് ഖാല النبي صلى الله عليه وسلم ما تحابا الرجلان الا كان افضلهما اشدهما حبا لصاحبه. ما تحابا الرجلان, രണ്ടാളുകൾ പരസ്പരം സ്നേഹിക്കുന്നില്ല, അഥവാ രണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം അല്ലാഹുവിനെ വേണ്ടി സ്നേഹിക്കുന്നില്ല, ഇല്ലാ കാന അഫ്ളലുഹുമാ, അതിൽ അഫ്ളലാകുന്നവൻ ആരല്ലാതെ, അതിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഇപ്പൊ രണ്ടാളുകൾ, അവർ പരസ്പരം അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതാണ്, ഇഷ്ടപ്പെടുന്നതാണ്. അതിൽ ഏറ്റവും അഫ്ളൽ ആരാണ്?
അശദ്ദഹുമാ ഹുബ്ബൻ ലിസാഹിബിഹി, തന്റെ സഹോദരനോട് ഏറ്റവും ശക്തമായ നിലക്ക് ഇഷ്ടം വെച്ച് പുലർത്തുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ആരാണോ തന്റെ സഹോദരനെ സ്നേഹിക്കുന്നത് അവനാണെന്ത് ഏറ്റവും അഫ്ളലായിട്ടുള്ള രണ്ടാളുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട മഹത്തായ ഒരു കാര്യമാണ്. അപ്പോൾ പല ഹദീസുകളും ഇപ്പൊ ഈ കിതാബിൽ ഇല്ലാത്ത ധാരാളം ഹദീസുകൾ ആ മേഖലയിലുണ്ട്. ഇപ്പൊ തർഹീബ് തർഹീബിലൊക്കെ ഇമാം അൽ മുൻദിരിയുടെ തർഹീബ് തർഹീബിൽ ധാരാളം ഈ ഒരു ബാബിൽ ധാരാളം ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിലുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിമായ സഹോദരനെ, മുഅ്മിനായ സഹോദരനെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നതാണ്. എത്ര നമ്മൾ സ്നേഹിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു സ്നേഹിക്കുന്നതാണ്. നബിമാരും ശുഹദാക്കളും പോലും അസൂയപ്പെട്ടു പോകുന്ന, കൊതിച്ചു പോകുന്ന ഒരു പ്രകാശത്തിന്റെ മിമ്പറിൽ ചില ആളുകൾ ഉണ്ടാവും. ആ ആളുകൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാണെന്നാണ്, അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരാണെന്നാണ്. അങ്ങനെ ധാരാളം ഹദീസുകൾ ഈ ഒരു അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത ബാബ്, ബാബുൻ ഇദാ ഹബ്ബ റജുലൻ ഫലാ യുമാരിഹ് വലാ യസ്അലു അൻഹു. ഒരാൾ മറ്റൊരാളെ, ഒരു മുഅ്മിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവനുമായി തർക്കിക്കുകയോ അവനെ കുറിച്ച് വേറെ ആളുകളോട് ചോദിക്കുന്ന, അന്വേഷിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകരുത് എന്നുള്ളത്. ഈ ഹദീസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു റിവായത്താണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. ഇത് വേറെ റിവായത്തുകൾ മർഫൂ ആയിക്കൊണ്ട് വിശേഷം പറഞ്ഞതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്ന വിഷയം, മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹബന്ധം, ഇഷ്ടമുള്ള ബന്ധം ഉണ്ട് എങ്കിൽ അതിനെ തകർത്തു പോകുന്ന, അല്ലെങ്കിൽ അത് തകർന്നു പോകുന്ന, തകർത്ത് കളയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മുആദ് ഇബ്നു ജബൽ ഖാല, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മൗഖൂഫ് ആയിട്ടുള്ള, അഥവാ സഹാബി പറഞ്ഞതായിട്ടാണ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ മർഫൂ ആയിക്കൊണ്ട് തന്നെ ഈ റിവായത്ത് വന്നതായിട്ട് ഇതിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇദാ ഹബബ്ത അഖൻ ഫലാ തുമാരിഹ് വലാ തുശാദിഹി. നീ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഒരു മുഅ്മിനായ ആളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഫലാ തുമാരിഹി, അവനുമായി നീ തർക്കിക്കാൻ നിൽക്കരുത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കം കൊണ്ടിരുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാരണം പരസ്പരം തർക്കിക്കുക എന്നുള്ളത് എന്തുണ്ടാകും? പരസ്പരമുള്ള സ്നേഹബന്ധം ഇല്ലാതാക്കും. അപ്പോ വെറുതെ ഒരു ആവശ്യവുമില്ലാത്ത, ഒരു മസ്ലഹത്തും ഇല്ലാത്ത വിഷയങ്ങളിൽ തന്റെ മുസ്ലിമായ സഹോദരനോട് അനാവശ്യമായി തർക്കിക്കുന്ന, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. അതായത് ഈ ജദൽ എന്ന് പറഞ്ഞ കാര്യം പിന്നെ ഒരു സമൂഹത്തിനെ നശിപ്പിക്കാനുള്ളതാണ്. അപ്പൊ തന്റെ ഭാഗത്താണ് ഹക്ക് എന്ന് അറിഞ്ഞിട്ട് കൂടി ജദലിനെ, തർക്കത്തെ ഒഴിവാക്കുന്നവന് സ്വർഗത്തിൽ അവന് പ്രവേശിക്കാനുള്ള, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഉന്നതമായ അവസ്ഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തർക്കം എന്നുള്ള കാര്യം പരസ്പരം ബന്ധമില്ലാതാക്കുന്ന, പരസ്പരം ദേഷ്യവും വിദ്വേഷവും പകയും ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ വെറുതെ അവനുമായിട്ട് എന്തിനു പോകരുത്? തർക്കിക്കാൻ വേണ്ടി പോകരുത്. കാരണം തർക്കം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വളർന്ന് ആ ബന്ധം മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ പറയാണ് വലാ തുശാരിഹി. ഇത് രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട്. വലാ തുശാരിഹി, റായിനും ശബ്ദോടുകൂടി വന്നിട്ടുണ്ട്. വലാ തുശാരിഹി എന്ന് വന്നിട്ടുണ്ട്. വലാ തുശാരിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർറുണ്ടാക്കുന്ന, ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യവും അവനുമായിട്ട് ചെയ്യരുത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ആ മുസ്ലിമായ സഹോദരനുമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഷർറാണ് ഉണ്ടാവുക. ഒരു വിഷയം സംസാരിക്കുകയാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യലാവട്ടെ, എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കലോ പറയലോ, അല്ലെങ്കിൽ അവനുമായിട്ട് എന്തെങ്കിലും വാങ്ങലോ വിൽക്കലോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകലോ, എന്ത് കാര്യമാവട്ടെ, ഷർറ് ഉണ്ടാവുമെന്ന് തോന്നുന്ന ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു സഹോദരനുമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഷർറ് ഉണ്ടാവുമെന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവില്ല, ചെയ്യാൻ പാടില്ല. അതാണ് റായിന് ശബ്ദത്തിന്റെ അർത്ഥം. ഷർറില്ലാതെ തുഷാരിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനുമായി കച്ചവടം ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതാണ്. കച്ചവടം ചെയ്യാൻ നിൽക്കരുത്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരാളുമായിട്ട് കച്ചവടം ചെയ്യരുത് എന്നുള്ളതിലും ഇമാം ദൈലമി എല്ലാം അതിന് വിശദീകരിച്ച് കാണാം. ഇവിടെ ഉദ്ദേശം കച്ചവടം മനസ്സിലാക്കണം. അത് ഷർറുണ്ടാകാൻ സാധ്യതയുള്ള എന്ന് നിലയ്ക്ക് തന്നെ എടുക്കാം. അല്ലാതെ തന്നെ നമുക്ക് സൂക്ഷിക്കേണ്ട ഒരു കാര്യം. കാരണം പല ബന്ധങ്ങളും മുറിഞ്ഞു പോകാൻ പരസ്പരം കച്ചവടം ചെയ്തതിന്റെ പേരിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. തെറ്റാണ്, ഹറാമാണ് എന്ന അർത്ഥത്തിലല്ല, ഷർറുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന നിലയ്ക്ക് പരമാവധി അതിനെ സൂക്ഷിച്ച് കച്ചവടം ചെയ്യുന്നത്, വിൽക്കൽ, വാങ്ങൽ, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നതാണ് റായിന് ശ്രദ്ധയില്ലാതെ അതിന്റെ അർത്ഥത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. പൊതുവായി പറഞ്ഞാൽ ഷർറുണ്ടാകുന്ന ഒരു കാര്യവും
ആ സഹോദരനുമായിട്ട് ചെയ്യരുത്. നമുക്ക് തോന്നുകയാണ് എന്ത് വിശാലമായൊരു മേഖലയാണ്, എന്തും ആവാം. അപ്പൊ അവനെ കൊണ്ട് ഒരു സ്ഥലത്ത് പോയാൽ ആ ബന്ധത്തിൽ ഷെറുണ്ടാവും, ചെയ്യാൻ നിൽക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം അവനോട് പറഞ്ഞ ഷെറുണ്ടാവും, ചെയ്യാൻ നിൽക്കരുത്. കച്ചവടമോ വാങ്ങലോ കൊടുക്കലോ എന്ത് കാര്യമാവട്ടെ ഷെറുണ്ടാവും തോന്നുന്ന ഒരു കാര്യം അവനുമായിട്ട് ഉണ്ടാകരുത്. എന്നിട്ട് പറയാം, അടുത്ത കാര്യം പറഞ്ഞു, വലാ തസ്അലു അൻഹു, അവനെ കുറിച്ച് വേറെ ആളുകളോട് പോയിട്ട് എന്ത് ചെയ്യരുത്, അന്വേഷിക്കാൻ നിൽക്കരുത്. നമ്മൾ അള്ളാഹുവിനെ വേണ്ടി സ്നേഹിക്കുന്ന ഒരാളാണ്, പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അയാളെ പറ്റിയിട്ട് വേറെ ആളുകളോട് പോയിട്ട് ഇവനെ കുറിച്ചിട്ട് ചോദിക്കാൻ നിൽക്കരുത്, അന്വേഷിക്കാൻ നിൽക്കരുത്. പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് എന്ത് കാര്യം നേരിട്ട് ചോദിക്കാം, പക്ഷെ അതല്ലാതെ വേറെ ആളുകളോട് പോയി ചോദിക്കരുത്. അതിനുള്ള കാരണം വിശേഷം പറയുന്നുണ്ട്, നീ ഇവനെ കുറിച്ച് അന്വേഷിക്കുന്ന ആള് ഒരു പക്ഷേ അവന്റെ ശത്രു ആയേക്കാം, അങ്ങനെ അവൻ ഇവനിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ നിന്നോട് പറഞ്ഞേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരെ എന്തുണ്ടാകാം, പുറത്തുണ്ടാകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതായത് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, ആ സഹോദരനെ പറ്റി വേറെ ആളോട് പോയി ചോദിക്കാനോ അന്വേഷിക്കാനോ നിൽക്കരുത്. നമുക്ക് നീ അയാളോട് തന്നെ ചോദിക്കാം, നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. വേറെ ആളോട് പോയി ചോദിച്ചാലുള്ള അപകടം, നീ ചോദിക്കുന്ന വ്യക്തി ഒരു പക്ഷേ ഇവനുമായി നമുക്കറിയാത്ത തരത്തിൽ എന്തെങ്കിലും ശത്രുതയുള്ള ആളായിരിക്കണം. അതുകൊണ്ട് തന്നെ അവനില്ലാത്ത അസൂയ മൂലമോ ശത്രുത മൂലമോ അവനില്ലാത്ത, നമ്മൾ സ്നേഹിക്കുന്ന ആളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും അയാൾ പറയുകയും അങ്ങനെ നമ്മൾ തമ്മിലുള്ള, അഥവാ ഈ ചോദിച്ച വ്യക്തിയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകാൻ അതൊരു കാരണമായേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒന്ന് ആലോചിച്ച് നോക്കിയും, ഇത് മുആദ് ജബൽ റളിയല്ലാഹു അൻഹു മൗഖൂഫ് ആയിക്കൊണ്ട് ഇതിൽ ഉദ്ധരിക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് കാലത്ത് സുബ്ഹാനല്ലാഹ് മുഅ്മിനീങ്ങൾ തമ്മിൽ അവർക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത് നിലനിർത്തണം ഒന്നും ചിന്തിക്കാതെ അവർ പറയുന്ന വാക്ക്, ഇപ്പൊ ഇന്ന് കാലത്ത് ഞാൻ പറയട്ടെ, സംസാരിക്കുന്ന വാക്കുകൾ മാത്രമല്ല, വാട്സപ്പിലോ മറ്റോ അയക്കുന്ന മെസ്സേജുകളാവട്ടെ, ഫോർവേഡ് ചെയ്യുന്നതാവട്ടെ, ഈ ഒരു മേഖലയിൽ പിശാച് വളരെയധികം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ മുഅ്മിനീങ്ങൾ തമ്മിൽ ഭിന്നിക്കാൻ കാരണമാകുന്ന, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാകുന്ന കാര്യങ്ങളിൽ പോയിട്ടൊന്നും മുഴുകാതെ ശ്രദ്ധിക്കണം. ഇത് വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത ബാബ്, ബാബുൽ അഖ്ലി ഫിൽ ഖൽബ്, ബുദ്ധി എന്നുള്ളത് ഖൽബിലാണ് എന്ന് അറിയിക്കുന്ന ബാബ്. ബുദ്ധി എന്നുള്ളത്, അഖ്ൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ അത് ഖൽബിലാണുള്ളത് എന്നുള്ളത്. ഇപ്പോ ശാസ്ത്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ, വൈദ്യശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ, മനുഷ്യന്റെ ചിന്തയും മനുഷ്യൻ തീരുമാനമെടുക്കുന്നതുമെല്ലാം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അഥവാ ബുദ്ധി എന്നുള്ള കാര്യം ഈ തലക്കകത്താണ് എന്നുള്ളതാണ്. എന്നാൽ ദീനിന്റെ വീക്ഷണത്തിൽ ആ ഒരു തീരുമാനമെടുക്കുന്നതിന്റെ പല കാര്യങ്ങളും എന്തിലേക്കാണ് മടക്കിയിട്ടുള്ളത്, ഖൽബിലേക്കാണ് മടക്കിയിട്ടുള്ളത്. ഖൽബ് എന്നുള്ളത് വൈദ്യശാസ്ത്രപരമായിട്ട് ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള ആ ഒരു മോട്ടറിന്റെ പണിയെടുക്കുന്ന അവയവം എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഖൽബാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ബാക്കിയുള്ള അവയവങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത്. ഖൽബ് നന്നായാലാണ് ശരീരം നന്നാവുക. അപ്പൊ അഖ്ൽ ഖൽബിലാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു നിന്നുള്ള അലി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഫി സിഫീൻ, സിഫീൻ യുദ്ധ സമയത്ത്, സിഫീൻ യുദ്ധം അറിയാം, മുഅ്മിനീങ്ങൾക്കിടയിൽ ഉണ്ടായ വലിയൊരു ഫിത്നയായിരുന്നു. മുഅ്മിനീങ്ങൾ തന്നെ രണ്ട് ചേരികളിലായി യുദ്ധം ചെയ്യേണ്ടി വന്ന ഒരു യുദ്ധമാണ് സിഫീൻ യുദ്ധം, സിഫീൻ ജമൽ യുദ്ധങ്ങൾ. അതിൽ സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൽ അഖ്ല ഫിൽ ഖൽബ്, ബുദ്ധി എന്നുള്ളത്, ചിന്താശേഷി എന്നുള്ളത് ഖൽബിലാണ്. വറഹ്മത ഫിൽ കബിദ്, കാരുണ്യം എന്നുള്ളത് കരളിലാണ്. കബിദ് പറഞ്ഞാൽ ലിവർ. അർറഅഫത ഫിൽ തിഹാൽ, റഅഫത്ത് കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിഹാലിലാണ്. തിഹാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പ്ലീഹ എന്നൊക്കെ പറയും, ഇംഗ്ലീഷിൽ സ്പ്ലീൻ എന്ന് പറയും. വയറിന്റെ ഇടതുഭാഗത്തായിട്ടുള്ള രക്തത്തിന്റെ ഇനത്തിൽപ്പെടുന്ന ഒരു അവയവമാണ്. ലിവറും രക്തത്തിന്റെ ഇനത്തിൽപ്പെടുന്നതാണ്. ദീനിൽ കഴിക്കൽ അനുവദനീയമായ രക്തത്തിന്റെ ഇനത്തിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കബിദും പിന്നെ തിഹാലും. വന്നഫസ ഫിദ്ദിഅ, ശ്വാസം എന്നുള്ളത് ശ്വാസകോശം അഥവാ ലങ്സിനകത്തുമാണ് എന്നുള്ളത്
നിർത്തല്ലേ ഇൻഷാല്ലാ ഇത് അടുത്ത ദർസിൽ വിശദീകരിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.